പ്രിയമുള്ള കലാസ്നേഹികളെ, നമ്മുടെ ഇടവകയിലെ വികാരിയച്ഛൻ റവറൻ ഫാദർ വടക്കേടത്തച്ഛൻ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ച ശൂന്യം എന്ന നാടകം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ വേദിയിൽ ആരംഭിക്കുന്നതായിരിക്കും. എൻട്രി മ്യൂസിക് ഇട്. മനസ്സേ, നമ്മൾ ജീവിതത്തിലും ഭാര്യ ഭർത്താക്കന്മാർ, ഇപ്പോൾ ഈ നാടകത്തിലും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടി. അതുകൊണ്ട് ഒരുമിച്ച് ഇങ്ങനെ ലയിച്ചിരുന്ന് മേക്കപ്പ് ചെയ്യാനും പറ്റുന്നുണ്ട് അല്ലേ? അതെ, കഴിഞ്ഞ വർഷം കളിച്ച പിടിച്ചുപറി നാടകം ഉണ്ടല്ലോ, അതിലെ ചേട്ടൻ വില്ലൻ അല്ലായിരുന്നോ? ഞാൻ വില്ലൻ. അതിൽ വില്ലൻ എന്ന് പറഞ്ഞാൽ പിടിച്ചുപറി നാടകത്തിലെ വില്ലൻ ഞാൻ അടിച്ച് പൊളിച്ച് തകർത്തല്ലേ അഭിനയിച്ചത്. അതിലെ നായിക നീയായിരുന്നു, പക്ഷെ നായകൻ മറ്റേ മെനകെട്ട ഷിബു ആയിരുന്നു. ഈ നായകൻ നിന്നെ അടിച്ചിട്ട് അവന്റെ വീട്ടിൽ പോയപ്പോ അവന്റെ വീട്ടിൽ നിന്ന് നിന്നെ പിടിച്ചു പറിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നത്. ആ നാടകത്തിലെ പേര് പോലും തന്നെ അത് അന്വർത്ഥമായി പോയി. കാണികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സ്റ്റേജിന്റെ പുറത്ത് മതിലിന്റെ മുകളിൽ നിന്ന് സ്ത്രീകളെ നോക്കി സൈറ്റടിക്കുന്ന തോമസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിന്നെ CC ക്യാമറ ശ്രദ്ധിക്കുന്നുണ്ട്, CC ക്യാമറ പോലീസും ശ്രദ്ധിക്കുന്നുണ്ട്. സ്റ്റേജിൻ്റെ നടുവിൽ പരസ്പരം മേക്കപ്പെടുന്ന നടീനടന്മാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളെയും CC ക്യാമറ ശ്രദ്ധിക്കുന്നുണ്ട്. സ്റ്റേജിൽ കൊണ്ടുവന്ന് CC ക്യാമറ സെറ്റ് ചെയ്തത് അച്ഛൻ്റെ പണിയാ. ഓക്കെ, പെട്ടെന്ന് അച്ഛൻ വന്നിട്ട് അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ വന്നാൽ ഡീസന്റ് നമ്മൾ ഭയഭക്തി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ആ കാണികൾ എല്ലാവരും ശാന്തരായിട്ടിരിക്കുകയാണ്. ഞാനും ശാന്തനാണ്. ഓ, നീ ശാന്തയല്ലേ? അല്ല, ഞാൻ വനജ. നീ ശാന്തനാണോ? ഞാൻ സുഗുണനാണ്. എന്നാ ഞാൻ ശാന്തനാണ്. അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഈ സുഗുണനെ കൂടി ഒന്ന് അനുഗ്രഹിച്ചാൽ അച്ഛനാണെന്ന് നോക്കിയാലോ. അച്ഛോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും വല്ലപ്പോഴും നിനക്ക് തോന്നപ്പോഴൊക്കെ സ്തുതിയായിരിക്കട്ടെ. അച്ഛനല്ലേ പറഞ്ഞു അച്ഛൻ ശാന്തനാണെന്ന്? ശാന്തനാ? നീ കുന്നംകുളം മാർക്കറ്റിൽ നിന്ന് ഇറക്കണം. ഈ തങ്കച്ചൻ ആരാണ്? അച്ഛൻ കോട്ടിട്ട് പോയതുകൊണ്ടാണ് കേട്ടോ. 32 കൊല്ലം 16 അടിച്ച് നീനാണ് അനുഗ്രഹം കൊടുക്കുന്നത്. തുടങ്ങി. പ്രിയപ്പെട്ട കലാസ്നേഹികളെ, ഈ നാടകത്തെക്കുറിച്ച് 2 വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളുകയാണ്. അച്ഛോ, 2 വാക്കേ പറയാവുള്ളൂ, ഇല്ലെങ്കിൽ നാടകം കഴിയുമ്പോൾ ഞാൻ 2 വാക്ക് പറയും. ഓക്കെ. ഈ നാടകം നടക്കുന്നത്, ഈ നാടകം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുടുംബ പശ്ചാത്തലത്തിലൂടെയാണ്. ഈ നാടകത്തിൽ 4 പ്രധാന കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഒരച്ഛൻ, ഒരമ്മ, ഒരു മകൻ, ഒരു മകള്. അച്ഛൻ്റെ പേര് സുമൻ, അമ്മയുടെ പേര് സുമതി, മകളുടെ പേര് വസുമതി, മകൻ്റെ പേര് അതുമതി. അങ്ങനെ നാടകം മുന്നോട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വേളയിൽ അല്ലെങ്കിൽ മുഹൂർത്തത്തിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ ഈ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി വരികയാണ്. ഈ വെഡ്ഡിങ് ആനിവേഴ്സറി വേളയിൽ അവർ പരസ്പരം ആലിംഗനബദ്ധരാവുകയാണ്. രണ്ടുപേരും ഒന്ന് ആലിംഗനബദ്ധരായി. അച്ഛൻ നാടകം തുടങ്ങിയില്ലല്ലോ. തുടങ്ങത്തെ ഞാൻ കയ്യിന്നിട്ട് അഭിനയിക്കുന്ന ആളാണ് ഞാൻ. ഈ നാടകത്തിന്റെ സംവിധായകൻ ആരാ? ആരാ ആരാ ആരാ? എടാ ഞാനാണ്. ആലിംഗനബദ്ധരാ. എനിക്ക് കാണണ്ടേ നിങ്ങൾ എങ്ങനെയാണ്? എന്നിട്ട് കട്ടണം പൊക്കിയാൽ മതി. നോക്കട്ടെ, കട്ടണം പൊക്കിയാൽ മതി. ആലിംഗനബദ്ധരായിരിക്കും. ഇവർ ഇങ്ങനെ ആലിംഗനബദ്ധരായിരിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ അവസരത്തിൽ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ മുഹൂർത്തത്തിൽ ഈ നാടകത്തിലെ പ്രധാന വില്ലൻ കടന്നു വരികയാണ്. വില്ലന്റെ പേര് പുഷ്പൻ. വില്ലൻ ഈ രംഗം കണ്ട് അവരോട് പറയുകയാണ്, വിടറാവളെ. അവർ വിടുന്നില്ല. വീണ്ടും പറയാണ്, വിടറാവളെ. അവർ വിടുന്നില്ല. വീണ്ടും പറഞ്ഞു, വിടറാവളെ. അവർ വിടുന്നില്ല. അവസാനം പുഷ്പൻ നാണിച്ച് ചമ്മി അവശനായി അവിടെ നിന്ന് പോവുകയാണ്. കാലം കഴിഞ്ഞു. മക്കൾ പ്രായമായി. മൂത്തയാള് എംടെക്കും, രണ്ടാമത്തെ മകൾ ടിക്ടോക്കും. കെട്ടിപ്പിടുത്തം പറഞ്ഞില്ലേ? എടാ, മൂത്ത മകൻ എംടെക്ക്, രണ്ടാമത്തെ മകൾ ടിക്ടോക്ക്. കാലം കഴിഞ്ഞു. ആണയില്ല കൈന്നിട്ടാ ഭാര്യയും പുറത്താവില്ല.
ഈ സംഭവം? എടാ ഇത് ആൾക്കാർ കണ്ട എന്ത് പറയാ ഇവിടെ? കണ്ടിന്യൂ. ഇങ്ങനെയാണ് കൈ നിറുന്നത്. അച്ഛൻ കണ്ടിന്യൂ. എടാ ഇങ്ങനെയല്ല സംഭവം. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ആലിങ്ങനെ ഞാൻ പറഞ്ഞത്? ഇട മുഖത്ത് ഭാവം വരണം, ഭാവം. ഇത് ഇത്രേ വരാവുള്ളൂ, നീ ഇത് ഇത്രയും കൊണ്ടുവന്നു, മനസ്സിലായോ? മുഖത്ത് വികാരം വരണം, വികാരത്തോട്. ഞാൻ കാണിച്ചു തരാം, ഞാൻ പഠിപ്പിച്ചത് വികാരത്തോട് വരണം. ഇത് ഇങ്ങനെ ആരെങ്കിലും ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ വരണം. അച്ഛോ, ഇതാണോ വികാരം? ഇതൊരുപാട് പരാക്രമമാണ്. ഇങ്ങനെ പിടിക്കണം. ഇത് പണ്ട് ബാലങ്കി നായർ ജയഭാരൻ എടുത്ത് വന്ന പോലെ നടത്തുന്നത്. നല്ല പരിപാടിയല്ലോ. എന്നാ പരിപാടി? എന്താ കൈ ഇതേ കൂടുതൽ ലൈഫ് ഇടണ്ട കേട്ടല്ലേ, എന്റെ ലൈഫാ. എനിക്ക് വേറെ കാര്യം ചെയ്യാം. നമ്മുടെ മറ്റേ നൃത്തരംഗമുണ്ടല്ലോ, ഗാനരംഗം, പ്രേമ ലവ് സീൻ, മോനെ ആ മ്യൂസിക് ലവ് സീൻ ഇട്ട് കൊടുത്തേ. അതൊന്ന് തകർത്ത് നോക്കിയിട്ട് നമുക്ക് ഇനി നാടകം തുടങ്ങാം. എന്നിട്ട് കട്ടം പൊക്കിയാൽ മതിയേ. എടാ മതി 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 മതി. ഇപ്പൊ മനസ്സിലായല്ലോ, രംഗം മനസ്സിലായല്ലോ. ഇനി മേക്കപ്പ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ നാടകം പോകുന്ന ഈ വേളയിൽ അവസരത്തിൽ പുഷ്പൻ വീണ്ടും വരികയാണ്. പുഷ്പനെ നശിപ്പിക്കുവാനായിട്ട് ഈ ഫാമിലി തീരുമാനിക്കുകയാണ്. അവസാനം ഈ കുടുംബക്കാരെല്ലാവരും ചേർന്ന് പുഷ്പനെ കുത്തിക്കൊല്ലുന്നതോടെ നാടകം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ബെല്ലുകൊടുക്ക്, നാടകം തുടങ്ങാം. ബെല്ലുകൊടുക്ക്, നാടകം തുടങ്ങാം. കട്ടൻ കൃത്യമായിട്ട് വിളിച്ചോണേ. അച്ഛാ ഒറ്റ വെള്ളം കൊടുക്കാം. എനിക്കൊരു കാര്യം നോർമലായിട്ട് നീ പറയാം. മുന്നിലേക്ക് നോക്കി, ആ ഗ്രൗണ്ടിലേക്ക് നോക്ക്. അച്ഛൻ ഈ സ്റ്റേജിലേക്ക് കയറി വരും മുമ്പ് 2000 പേര് തിങ്ങി നിറഞ്ഞു തരുന്ന വേദിയാണത്. ഇപ്പൊ നോക്കി ആരൊക്കെ ഉണ്ട്? ഒരാള്. അതാരാ? ഇഞ്ചി മിഠായിക്കാരൻ. അവൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ നാടകത്തിന്റെ പേരെന്നാന്ന് പറഞ്ഞാൽ ശൂന്യം. ശൂന്യം. ആ ഗ്രൗണ്ട് മുഴുവൻ ശൂന്യമാണ്. എന്തെടുത്തിട്ട് കളിക്കും? സംപൂജ്യരേഖല സ്നേഹികളെ, ജൂൺ ആദ്യവാരം മുതൽ വേദികളിൽ അവതരിപ്പിച്ചു തുടങ്ങുന്നു ഒരു ഇഞ്ചി മിഠായിക്കാരന്റെ രോദനം. രോദനം രോദനം രോദനം. തന്നന്ന തന്നേന തന തന്നന തന്നന തന്നേന.